പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയാൽ അൾത്താറയിൽ നടന്ന 10,000 ആരാധനയുടെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രോഗികളെ, ആശുപത്രി കിടക്കുന്നവരെ, അതുപോലെ തന്നെ പല ശരീര ഭാഗങ്ങൾ ബയോപ്സിക്ക് വിട്ടിരിക്കുന്നവരെ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെ, അവർക്ക് അനുകൂലമായ റിസൾട്ട് കിട്ടാൻ, അതുപോലെ തന്നെ ലാബിൽ ടെസ്റ്റിന് പോയിരിക്കുന്ന രക്തവും അതിൻ്റെ കൾച്ചറിങ്ങും അതിന് അനുകൂലമായ ദൈവം പ്രവർത്തിച്ചുകൊണ്ട് അവർക്ക് സമാധാനവും സന്തോഷം കിട്ടുന്ന റിസൾട്ട് വരാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഒരു രോഗികൾക്ക് ഒരു ഡോക്ടറിനെ തിരഞ്ഞെടുക്കണം, ആരെ എടുക്കണം, ഏത് ആശുപത്രി പോകണമെന്ന് കൺഫ്യൂഷനുള്ളവരെ നിങ്ങളുടെ ശിരസിൽ കൈവച്ചുകൊണ്ട് അച്ഛൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായി തീരുമാനം എടുക്കാൻ, നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുന്നു. അളിച്ച കർത്താവ് തൻ്റെ വാഗ്ദാനം പാലിച്ചുകൊണ്ട് നീ എത്തേണ്ടിടത്ത് തന്നെ എത്തിയെന്ന് നിനക്ക് മനസ്സിലാകാൻ, നിൻ്റെ സമയമോ നിൻ്റെ ധനമോ വേസ്റ്റാകാതിരിക്കുന്നതിന് അനുകൂലമായ പദ്ധതികൾ, ജീവിതത്തിന് ഒരു വരുമാന മാർഗത്തെക്കുറിച്ചാണ് എൻ്റെ ദൈവവൈദ്യരെ നീ ചിന്തിക്കുന്നതെങ്കിൽ നീ നിൻ്റെ കുടുംബം പാലിക്കാൻ വേണ്ടി, ജീവിക്കാൻ വേണ്ടി കർത്താവ് നിനക്ക് ഒരു വരുമാനം നൽകട്ടെ. പലരും സാക്ഷ്യം പറയുമ്പോൾ പറയുന്നുണ്ട്, മറിയം പരിശുദ്ധ അമ്മ നേരിട്ട് ഇറങ്ങി നിന്നാണ് 6 കൊല്ലം കൊണ്ട് തീരേണ്ട വീട് 6 മാസം കൊണ്ട് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പരമ്പരയായി നടക്കുന്ന അത്ഭുത സാക്ഷ്യങ്ങളാണ്. അതെല്ലാം അവകാശമാക്കാനും ഓഹരിയാക്കാനും നിനക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നയിക്കുവാമേ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു.
വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ കൃപയുടെ കാലഘട്ടം ആരംഭിക്കുമ്പോഴാണ് ബലഹീനതയുടെ കാലഘട്ടം. പക്ഷേ നമുക്ക് കൃപയുടെ കാലഘട്ടമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നമുക്കത് ഫീൽ ചെയ്യുന്ന ബലഹീനതയുടെ കാലഘട്ടമായിട്ടായിരിക്കും. അത് നിങ്ങൾ ശരിക്കും ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. കൃപയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ നിങ്ങളവർക്ക് എംപവറിങ് ആയിരിക്കും. അവിടെ സുവിശേഷ വേല, ഇവിടെ സുവിശേഷ വേല, അവിടെ രോഗശാന്തി, ഇവിടെ രോഗശാന്തി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. കൃപയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബലഹീനതയുടെ കാലഘട്ടമായിരിക്കും. എന്താ കാര്യം? ബലഹീനതയാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ കഴിയും. റോമായിൽ ചെന്നപ്പോൾ ഞാൻ ഛർദ്ദിച്ച്, ഫ്രാൻസിൽ വെച്ചും ഛർദ്ദിച്ച്. എൻ്റെ കൂടെ കൊണ്ടുവന്ന് വിജയകുമാറിനെ പോലും അറിയിച്ചിട്ടില്ല ഞാൻ ഛർദ്ദിച്ച കാര്യം. കഴിക്കണ അപ്പം തന്നെ ഛർദ്ദിച്ച് പോകും. ഒരു പ്രസവം കഴിയുമ്പോൾ ഞാൻ ഒന്ന് വിറക്കും. എനിക്ക് കാര്യങ്ങളറിയാം. എന്താ കാര്യം? കർത്താവ് എന്നെ ബലഹീനമായിക്കൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിടെ ഒരു കർത്താവിൻ്റെ ശുശ്രൂഷ തന്നെ ഏറ്റെടുത്ത് ചെയ്തിട്ട് പോലും നമ്മുടെ അനുഭവങ്ങൾ നെഗറ്റീവാണ്. ലോകത്തിൻ്റെ ദൃഷ്ടിൻ്റെയും നെഗറ്റീവായിട്ടേ അവർ പറയത്തുള്ളൂ. നെഗറ്റീവാണെന്ന് പറയും. നെഗറ്റീവ് അല്ലത്. അത് കർത്താവിൻ്റെ കൃപ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കഴിവ് കൊണ്ടല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇത് ബൈബിൾ ഫോളോ ചെയ്യുന്നൊരു ഫണ്ടമെൻ്റൽ ഫോർമുലയാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം. എന്താണ്? ഈ എഫേസ്യൻസ് 2:8 ഓർക്കണം. ഉടമ്പടിയുടെ അടിസ്ഥാന പ്രിൻസിപ്പിൾ അതാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്നുവെച്ചാൽ നിൻ്റെ യോഗ്യത കൊണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അപ്പോൾ യോഗ്യതകളുടെ മേലെല്ലാം ഇങ്ങനെ കട്ടിങ് വരും. യോഗ്യതകളുടെ മേലെല്ലാം നമ്മുടെ മെറിറ്റുകളാണ് എപ്പോഴും ഡാമേജ് വരണത്. സർട്ടിഫിക്കറ്റ് പോലും സമയത്ത് സർട്ടിഫിക്കറ്റ് കാണാനില്ല. യാത്ര ഇറങ്ങുമ്പോൾ പാസ്പോർട്ട് കാണാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മുടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലും. എന്താ കാര്യം? കുറച്ച് കഴിയുമ്പോൾ പാസ്പോർട്ട് കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ പ്രാർത്ഥിക്കുക, എംപവർ ആകുക, പ്രേ ആൻഡ് ഗെറ്റ് എംപവേർഡ് എന്നതിൻ്റെ അർത്ഥം. അല്ലാതെ വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം കൈവിട്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയരുത്. എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുക, എംപവർ ആകുക. കർത്താവ് ഈ വിഷയത്തിൽ ഇടാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നിൻ്റെ കൂടെ സഹസഞ്ചാരരാകാൻ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഈ എന്ത് പോയാലും ശരി, വന്നാലും ശരി, ഈ ഡയബോളിക് പേഴ്സണാലിറ്റി കർത്താവ് അംഗീകരിക്കത്തില്ല. എന്താ കാര്യം അറിയാമോ? 18:23 സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശം. കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ 10,000 താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അവന് അത് വീട്ടാൻ നിർവാഹമില്ലാതിരുന്നത് കൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് കടം വീട്ടാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു. ഡയബോളിക് പേഴ്സണാലിറ്റിയാണ് ആ സേവകൻ. ഇപ്പൊ അവൻ കുറച്ച് ഡയലോഗ് പറയും. എന്താ പറയണത്? സേവകൻ വീണ് നമസ്കരിച്ചു, കവന്നടിച്ച് വീണ് പറഞ്ഞു,
പ്രഭു എന്നോട് ക്ഷമിക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം. ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയക്കുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ പുറത്തിറങ്ങിയപ്പോൾ ഈ സെയിം ആള് തന്നെയാണ്. ഇതാ ഡയബോളിക്. ഒരു വ്യക്തി നാഗവല്ലിയും ഗംഗയും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞില്ലേ, നമ്മുടെ ഓരോരുത്തരും ഇത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞത് എന്താണ്, the spirituality built upon the genuinity. എന്നുവെച്ചാൽ സിംഗിൾ പേഴ്സൺ. ഉടമ്പടിക്കും അങ്ങനെ പ്രശ്നം. ഈ ഡയബോളിക് പേഴ്സണാലിറ്റീസിന് ഉടമ്പടി എടുക്കാൻ പറ്റത്തില്ല. ഇപ്പം 10,000 താരന്ത് കണ്ട ആളല്ലേ. താരന്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർണ്ണ നാണയമാണ്. ധനാറ വെള്ളി നാണയമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേ 10,000 താലന്ത് സ്വർണ്ണ നാണയം ഇളച്ചു കൊടുത്ത ആ ഭൃത്യൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ തനിക്ക് 100 വെള്ളി നാണയങ്ങൾ ഉണ്ടായിരുന്ന അവനെ കണ്ടപ്പോൾ ഇവൻ്റെ മട്ട് മാറി. ഇവന് നാഗവല്ലി പുറത്തിറങ്ങി, അവനെ കഴുത്തി പിടിച്ച് ചിരിച്ച് കണ്ടിച്ച് കളഞ്ഞു. കണ്ടു നിന്ന് അവർ എന്താണ് സംഭവിച്ചത് പറഞ്ഞേ? സംഭവിച്ചതറിഞ്ഞ് മറ്റു സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു. അവർ ചെന്ന് നടന്നതെല്ലാം യജമാനനെ അറിയിച്ചു. യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടനായ സേവക, നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു. ഇതിന്റെ പ്രശ്നം ഈ ജെന്യുവിൻ അല്ലാത്ത ആളില് ഒരേ വിഷയം കടമാണ്. മുകളിലുള്ള 10,000 താലന്ത് കടം, 100 ധനാറ കടം. അപ്പോൾ ഒരേ ആൾ അവിടെ പോയി പട്ടാങ്ങി പറഞ്ഞ് ഇവിടെ വന്നവൻ്റെ കഴുത്തിന് പിടിച്ചു. ഒരു സെയിം പേഴ്സണാണ് ഇത്. 2 പേഴ്സൺ ഉള്ളതാണ് വിഷയം. ഈ 2 പേഴ്സൺ ഉള്ള ആൾക്കാരെയാണ് ഈശോ പലപ്പോഴും അഡ്മിറ്റ് ചെയ്യണത്. പൗലോസിൽ യോഹന്നാന് 2 പേഴ്സൺ ഉണ്ടായിരുന്നു. തീങ്ക് എന്തെങ്കിലും ഇറക്കി നശിപ്പിക്കാൻ വേണ്ടി ആ സമരയെ കൊല്ലാൻ പോകുന്നൊരു പേഴ്സൺ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ് നാഥാനിയലിൽ സിംഗിൾ പേഴ്സണേ ഉണ്ടായുള്ളൂ, യഥാർത്ഥ ഇസ്രയേലിയൻ. ഇവനിൽ കാപട്യമില്ല, ഇവൻ 2 പേഴ്സൺ ഇല്ലെന്ന്. ജെനുവിറ്റി, ഇവന് ഹൈപ്പോക്രസി 2 പേഴ്സൺ ഇല്ല. അപ്പം ഉടമ്പടി എന്ന് പറയുമ്പോൾ ലൂർദിൽ വെച്ച് അമ്മ പറഞ്ഞെന്താണെന്നറിയാമോ? ഉടമ്പടി എന്ന് ലൂർദിലെ ധ്യാനത്തിൻ്റെ ഭാഗമാണിത് കേട്ടോ. ഉടമ്പടി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. 2 പേഴ്സൺ പാടില്ലെന്ന്. 2 പേഴ്സൺ ഒരു വ്യക്തിയിൽ 2 പേഴ്സൺ പാടില്ല. 16 താലം ഇളച്ചു തന്ന ആളുണ്ട്. അപ്പം ഞാൻ നിന്നോട് ആ യജമാനൻ എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ? അതിന്റെ വാക്ക് വായിച്ച് യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ 16 താലന്ത് എടുത്ത് ഇവന്റെ പിഴ വെച്ചു കൊടുത്ത് കിട്ടുന്ന കാരാഗൃഹാധികൃതർക്ക് കടം മുഴുവൻ വീട്ടുന്നവരെ അവനെ കാരാഗൃഹാധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദി ഡയബോളിക് പേഴ്സൺസ് ആണ്. ഇതിനകത്ത് എന്തിൻ്റെ ഭാഗമാണിത്? അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷം എന്താണ് വിശ്വസിക്കേണ്ടതെന്നാണ് ഈ സമറിയക്കാരുടെ കഥയിലൂടെയും അതുപോലെ തന്നെ 10,000 താലന്ത് കടം മേടിച്ചിട്ട് 100 ധനാറ തരാതിരുന്നതിൻ്റെ കഴുത്തെ പിടിച്ചതിനോടിലൂടെയും ഈ സുവിശേഷമാണ് കർത്താവ് റീച്ച് ചെയ്യിക്കുന്നത്. ഇതെല്ലാം കാണിച്ചിട്ട് പറയും അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക. അതേപോലെ തന്നെ ആദ്യം ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പത്രം വഴിയായിരുന്നു അറിഞ്ഞത്. അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങളുടെ വീട്ടിലൊരു മരം വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മുന്നേ കുറേ ശ്രമിച്ചു, പക്ഷെ അത് നടന്നില്ല. പക്ഷെ അതിന് വേണ്ടി ഞങ്ങൾ പിന്നെ അങ്ങനെ ശ്രമിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞ ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വന്ന് നിയോഗം എഴുതാം മരം വിറ്റ് പോകുന്നതിൻ്റെ കാര്യം. പക്ഷെ അത് ഒന്നും ചെയ്യാതെ തന്നെ പിറ്റേ ദിവസം അങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞു മരം എടുക്കുകയാണ്. ഞങ്ങളൊന്നും ചെയ്തില്ല, അത്യാവശ്യം നല്ല വിലയ്ക്ക് തന്നെ മരം വിറ്റുപോയി. അതിനും ദൈവത്തിന് നന്ദി പറയുന്നു.
അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് നിയോഗമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രാർത്ഥിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് മാർച്ച് 13-ാം തീയതി വന്ന് ഇവിടെ നിയോഗമായിട്ട് എഴുതിയത് എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ബാക്കിയുള്ള അയർലൻഡിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം 1 വർഷത്തോളം സമയമെടുക്കും. അത് അങ്ങനെയാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട് വിമിത എന്ന് പറഞ്ഞ കുട്ടിയെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പ്രോസസ്സിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആദ്യം ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും ആദ്യം അവളുടെ എല്ലാം ശരിയാവുമായിരുന്നു. അപ്പോൾ അവൾക്ക് ആദ്യം അവിടുന്ന് ഉള്ള മെസ്സേജൊക്കെ വന്നപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയും സങ്കടം ഒക്കെ ആയി. മീൻസ് നമ്മൾ ഒരുമിച്ച് ചെയ്തല്ലോ, അപ്പോൾ എനിക്ക് വരില്ല. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ മാതാവിൻ്റെ രൂപം പോലെ ഭിത്തിയിൽ കണ്ടു നെഞ്ചത്ത് തിരിയായിട്ട്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി വൈകിയാലും മീൻസ് എന്തായാലും മാതാവ് കൂടിയുണ്ട്, എന്തായാലും നടക്കും. അതേപോലെ തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു. വിസ പ്രോസസ്സിങ് കഴിഞ്ഞ് ഞാൻ മെയ് 3-ാം തീയതി അയർലൻഡിലേക്ക് പോവുകയാണ്. എൻ്റെ ഫ്രണ്ട് വിമിത അവൾ കഴിഞ്ഞ മാസം ഏപ്രിൽ ആദ്യം പോയി, അവൾ എക്സാമൊക്കെ പാസ്സായി. ഞാൻ മെയ് 3-ാം തീയതി പോവും. മെയ് 8ഉം 15ഉം എനിക്ക് അവിടെ ചെന്നിട്ടുള്ള എക്സാം ഉണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ കാലിൽ ആണിരോഗം വന്നിട്ട് കാലിൻ്റെ സൈഡിലും കാൽപത്തിയുടെ സൈഡിലും കാൽഭാഗത്തിൻ്റെ അടിയിലായിട്ട് ഉണ്ടായിരുന്നു. അവൻ നടക്കാനൊക്കെ ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ അവൻ ഞങ്ങളുടെ അടുത്തുള്ള ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചത് മാറ്റിയതാണ്. അത് സർജറി അവിടെ ഇത് കൊടുത്തിട്ട് അനസ്തേഷ്യ കൊടുത്ത് അത് എടുത്ത് കളഞ്ഞതാണ്. പക്ഷേ എടുത്ത് കളഞ്ഞിട്ടും വീണ്ടും അതേപോലെ അവിടെ വീണ്ടും പഴയതുപോലെ തന്നെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തതിന് ശേഷമാണ് തൈലവും ഉപ്പൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ സെപ്പറേറ്റ് ആയിട്ട് തൈലവും ഉപ്പും കൂടി ചാലിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുളി കഴിഞ്ഞ് വന്നിട്ട് അവൻ ദിവസവും അത് പ്രാർത്ഥിച്ചിട്ട് തന്നെ വിശ്വാസ പ്രമാണം കൊന്തയൊക്കെ ചൊല്ലിയിട്ട് തന്നെ അവൻ അവിടെയൊക്കെ പുറത്തായിരുന്നു. പിന്നെ അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മൊത്തത്തിൽ മാറി. അവങ്ങനെ ഒരു പാടേ അവിടെ ഉണ്ടായിരുന്നില്ല. കാലിൻ്റെ അടിഭാഗത്താണെങ്കിലും സൈഡിലാണെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറി, ഒരു ഇതുപോലും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ അച്ഛന് യൂറിന് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് നല്ല മൂത്രം ഒഴിക്കുമ്പോഴൊക്കെ നല്ല ഒരു രാത്രിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് മൂത്രം ഒഴിക്കുന്നത്. അപ്പോൾ നല്ല എരിച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഉടമ്പടി വസ്തുക്കൾ അമ്മയ്ക്ക് അതേപോലെ അപ്പച്ചന് ഞാൻ തേനും ഉപ്പൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അവരത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല കുറവുണ്ട്, നല്ല ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഉടമ്പടിയിൽ വയ്ക്കാത്തതിന് എൻ്റെ ഒരു കസിൻ സിസ്റ്ററിന് അവൾക്ക് MBBSന് കുറച്ച് റാങ്ക് ഉണ്ട്, എന്നാലും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ കിടക്കുന്ന ആൾക്കാർ ഇന്ന സ്ഥലത്തൊക്കെ കൊടുത്താലേ അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടുള്ളായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ അവൾക്ക് ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മുന്നേ കിടക്കുന്നവർ അതേപോലെ തന്നെ അവൾക്ക് വേണ്ട രീതിയിൽ തന്നെ അവർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. അവൾക്ക് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. അവൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ പണി മാതാവ് പൂർത്തീകരിച്ച് തന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. ഇത്രയ്ക്ക് ചെയ്തു തന്ന മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജോസഫ് അച്ഛനും അൽസാൻഡ്ര അച്ഛനും അതേപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ ബ്രദർമാർക്കും സിസ്റ്റർമാർക്കും നന്ദി പറയുന്നു. ക്രൈസ്ത ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര്, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. 2017 ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് യേശുദാസ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ക്രിസ്റ്റീന. മോക്കയുടെ പേര് മരിയ ഏഞ്ചൽ എന്നാണ് ഇട്ടേക്കുന്നത്. മൂത്ത മകന് 12 വയസ്സാണ്. 12 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞിനെ ഈശോയും അമ്മയും തരുന്നത്. ഉടമ്പടി എടുത്തത് ആദ്യത്തെ ആവശ്യമാണ് എൻ്റെ അമ്മ നടത്തി തന്നേക്കണത്. അതുപോലെ തന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കണമെന്ന കാര്യം തന്നെ അറിയുന്നത്, ഈശോ അറിയിച്ചു തന്നത്. 7 മാസം ആയപ്പോഴത്തേക്കും 2 ഡോക്ടർമാരായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും കൊച്ച് വികലാംഗനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് വെച്ച് തന്നെ കൊച്ചിനെ എടുത്തു കളയാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിൽ ഡോക്ടർമാർ വരെ പറഞ്ഞായിരുന്നു.
പ്രാർത്ഥന ഫലം കൊണ്ട് ഞങ്ങൾ അങ്ങാടും ഇങ്ങോട്ടൊന്നും പോയൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഞങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അമ്മ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാരണം ഞങ്ങൾക്ക് വീട്ടിൽ സൗകര്യമില്ലാത്ത കാരണം ഞങ്ങൾ ഒരു പഴയ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കയറുന്ന വീടും കൂടിയായിരുന്നു. അപ്പം ഞങ്ങൾ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിനെ. അതുപോലെ ഞങ്ങൾക്ക് കൊറോണ വന്നായിരുന്നു 7-ാം മാസം. കൊച്ചിനെ കൊറോണ വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഞങ്ങളെ കൗൺസിലർ ആംബുലൻസ് വഴി പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എറണാകുളത്തുള്ള ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ്, എറണാകുളത്തെ ഡോക്ടർ പറഞ്ഞ് ചീട്ടെടുത്തിട്ടും തിരിച്ച് വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങളുടെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് പറ്റൂല. അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് ആംബുലൻസിൽ പോരുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ തിരിച്ച് എത്തണതിന് മുമ്പ് തന്നെ RDO വിളിച്ചായിരുന്നു. ഞങ്ങൾ ഇതിങ്ങനെ നിന്നോ തിരിച്ച് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ വൈഫിനെ അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. ഞങ്ങൾ കൊറോണ സെക്ഷനിലാണ്. അപ്പോൾ വീട്ടിൽ തന്നെ തിരിച്ച് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ്മാർ പറഞ്ഞ് കൊച്ചിനുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ വന്നം. ഞങ്ങൾ പൈസയും കൊണ്ട് ഓടി ഇറന്നിട്ട് ആംബുലൻസായിട്ട് ഇവിടുന്ന് കടകളൊക്കെ വരെ പൂട്ടിക്കിടുന്ന വെച്ച്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അവർക്കിടെ മക്കളെ നോക്കാൻ വേണ്ടി വന്നേക്കണ ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞ്, എന്താണ് മോനെ നിങ്ങൾക്ക് വേണ്ടത്? അത് അവർക്കിടെ മക്കളിൽ നിന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്ത് തന്ന് ഈശോ ഞങ്ങൾക്ക്. കൊച്ചിന് ഒരു അസുഖവും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഈശോ തന്നതിന് 1000 നന്ദികൾ പറഞ്ഞാലും തീരാത്ത. ഞാൻ എറണാകുളം ജില്ലയിലെ രാമമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് 2022 ഏപ്രിൽ 8-നാണ്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഇതിനു മുമ്പ് ഉടമ്പടി പത്രം വായിച്ചിട്ടുണ്ട്, കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഉടമ്പടി എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരിയായ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് വിചാരിച്ച് ഞാൻ അത് കൂടുതൽ ശ്രദ്ധിച്ചില്ല. പത്രം മുഴുവൻ വായിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനത് സൂക്ഷിച്ച് വെച്ച് ഞാൻ കിടക്കുന്ന അവിടെ സൂക്ഷിച്ച് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് മുഖേനയാണ് ഞാൻ ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞത്. അവളിവിടെ വന്ന് ഉടമ്പടി എടുത്തു, ഉടമ്പടിയെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും കൂടെ വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞങ്ങൾ 3 പേരും ഉടമ്പടി എടുത്തു. ആ സമയത്ത് ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ സൗദി തിരഞ്ഞെടുത്തു. സൗദി IELTS OET ഒക്കെ എഴുതാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ സൗദി പ്രോമെട്രിക് എഴുതിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ക്ലാസ്സിന് ചേർന്നു. ക്ലാസ്സിന് ചേർന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഗൾഫിലേക്കുള്ള ഏറ്റവും പാടുള്ള എക്സാമാണ് സൗദി പ്രോമെട്രിക് എന്ന്. അപ്പോൾ ഭയങ്കര ടെൻഷനായി, എന്ത് ചെയ്യും എന്നറിയാതെ ആകെ ടെൻഷനായി നിൽക്കുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ജപമാലയെല്ലാം ചൊല്ലുമായിരുന്നു. പക്ഷേ ഞാനിനി എങ്ങനെ ജയിക്കും? കാരണം ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 10 വർഷത്തോളം കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ ടച്ചെല്ലാം വിട്ടുപോയിരുന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യുന്നുള്ള ടെൻഷനിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ കൃപാസനത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത് ക്ലാസ് എല്ലാം കൂടി ഞാൻ ഫസ്റ്റ് എൻ്റെ നിയോഗമായിട്ട് വെച്ചത് ഈ പ്രോമെട്രിക് എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവണമെന്നായിരുന്നു. കാരണം ഒരു എക്സാമിന് 25,000 രൂപയായിരുന്നു ഫീസ്. ഞാൻ വിചാരിച്ചിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായില്ലെങ്കിൽ ഇനി ഒരു രണ്ടാമതൊരു ട്രൈ ചെയ്യുന്നില്ല എന്ന്. കാരണം ഞാൻ നാട്ടിൽ തുച്ഛമായ ശമ്പളത്തിനാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡും ഒരു പ്രൈവറ്റിലാണ് ജോലി ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓൺലൈൻ കോഴ്സാണ് അറ്റൻഡ് ചെയ്തത്.
അപ്പോൾ ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ രാവിലെയും വൈകിട്ടുമായിട്ടായിരുന്നു ക്ലാസ്, ഏതെങ്കിലും ഒരു സമയത്ത് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ 3 hour ക്ലാസ് ഞാൻ ആ സമയത്ത് ഡ്യൂട്ടിക്കും കൂടെ പോകുന്നുണ്ട്. എല്ലാം കൂടി എനിക്കൊരു മോളുണ്ടായിരുന്നു, അവളെ നോക്കണം. എല്ലാം കൂടി ഇതെല്ലാം പഠനം, ജോലി, പിന്നെ മോളുടെ കാര്യം എല്ലാം കൂടി എനിക്ക് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം പാസ്സാവുന്ന കാര്യം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു. ഞാനിവിടെ ഫസ്റ്റ് എൻ്റെ നിയോഗമായിട്ട് ഞാൻ വെച്ചത് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എക്സാം പാസ്സാവണമെന്നായിരുന്നു. ഞാൻ കോഴ്സിന് അറ്റൻഡ് ചെയ്ത് സാറ് കോഴ്സ് ഞങ്ങളുടെ സാറ് പറയുമായിരുന്നു, പ്രോമെട്രി ക്ലാസ് എടുക്കുന്ന സാറ് പറയുമായിരുന്നു, ഞാനൊരു GNM നേഴ്സാണ്. GNMകാർ BScക്കാരേക്കാളും 2 times എങ്കിലും പഠിച്ചാലാണ് നിങ്ങൾ പാസ്സാവുള്ളൂ. കാരണം നിങ്ങൾക്ക് തിയറി കുറച്ച് കുറവാണ്, അതുകൊണ്ട് പാസ്സാവാൻ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കണമെന്ന്. അപ്പോൾ എനിക്ക് സമയക്കുറവുണ്ടായിരുന്നു, ജോലി, മോളുടെ കാര്യം എല്ലാം സമയക്കുറവുണ്ടായിരുന്നു. എങ്കിലും ഞാൻ പറ്റുന്ന സമയത്തെല്ലാം പഠിക്കുമായിരുന്നു.